കുളക്കരയിലേക്ക് വാലിച്ചു. ഞാൻ അവിടെയുണ്ട്. കണ്ണൻ്റെയോ ഹരിയുടെയോ ഒരു വിളി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു രാവിലെ എത്തിയതു മുതൽ സീത. പക്ഷേ അതുണ്ടായില്ല. അതുകൊണ്ടാണോ എന്തോ മനസ്സൊരു അനാവശ്യ ഭയത്തെയും പേറിയാണ് അന്നേരം വരെയും അവളെ ശ്വാസം മുട്ടിച്ചത്. കാണാൻ ഓടിപ്പിടച്ച് വന്നവനെ ഇന്ന് കണ്ടിട്ടേ ഇല്ലെന്നതോർത്ത് പരിതപിക്കുന്ന മനസ്സിൻ്റെ വികൃതിയോർത്ത് ചിരി വന്നിരുന്നു. തികച്ചും അവൾക്ക് തന്നെ പിടികിട്ടാത്തൊരു മാറ്റം. ഹരിയെ കാണാൻ പോകുകയാണ് എന്നൊരു മെസ്സേജ് ഇട്ടിരുന്നു കണ്ണൻ. യാതൊരു തരത്തിലും വന്ന് കാണാൻ പറ്റിയൊരു സിറ്റുവേഷനിലായിരിക്കില്ല കണ്ണൻ. അല്ലെങ്കിൽ വന്ന് കാണാതിരിക്കാൻ കഴിയില്ല. ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് പതിവ് പോലെ മയങ്ങി തുടങ്ങിയ മുത്തശ്ശിയെ ഒന്ന് നോക്കിയിട്ട് സീത പതിയെ പുറത്തേക്കിറങ്ങി. ഉച്ചവെയിലിൻ്റെ കാഠിന്യം കൊണ്ടുള്ളൊരു ആലസ്യമാണ് അന്തരീക്ഷത്തിന്. ചുറ്റും ഒന്ന് നോക്കിയിട്ടാണ് സീത പുറകുവശത്തെ കുളക്കടവിലേക്കുള്ള വഴിയിലേക്ക് കയറിയത്. മുന്നിൽ നടന്നിട്ട് വഴി മാടിയൊതുക്കി കൊടുക്കാൻ ആരുമില്ലാഞ്ഞിട്ടാണ് കാട്ടുചെടികൾ അവളിൽ ഉരഞ്ഞു വേദനിപ്പിച്ചത്. കഷ്ടിച്ച് ഒരാൾക്ക് നടക്കാവുന്ന വഴിയിൽ കൂടി സീത ധൃതിയിൽ നടന്നു. ഹരി എന്താണ് പറഞ്ഞിട്ടുണ്ടാകുക എന്ന ചോദ്യം അവളെ വേവലാതിപ്പെടുത്തുന്നുണ്ട്. അതോർത്തപ്പോൾ അറിയാതെ തന്നെ കാലുകൾക്ക് വീണ്ടും ധൃതി കൂടി. വള്ളിപ്പടർപ്പുകൾ വകഞ്ഞു മാറ്റി അവൾ ചെല്ലുന്നതും കാത്ത് കുളപ്പടവിൽ ഇരിക്കുന്നവനെ കണ്ടതും ഹൃദയം അതുവരെയും പരിതപിച്ചിരുന്നതൊക്കെയും മറന്നുപോയിരുന്നു. ശാന്തമായ ഹൃദയതാളത്തിൽ സീത അവനരികിൽ പോയിരുന്നു. ഒന്നു നോക്കിയതല്ലാതെ കണ്ണൻ മിണ്ടുന്നില്ല. അതുവരെയും അനുഭവിച്ച ശാന്തത വീണ്ടും ഓടിപ്പോയിരുന്നു. എന്താ എന്താ കണ്ണേട്ടാ? ഒട്ടും സുഖകരമല്ലാത്തൊരവസ്ഥയിലാണ് അവൻ്റെ മുഖമെന്നതും അവളിലെ ആദ്യ കൂട്ടി. ഒന്നുമില്ല, മുറുകിയ ഉത്തരം. സീതയ്ക്ക് ശ്വാസം മുട്ടി തുടങ്ങി. ഹരി ഹരി എന്തു പറഞ്ഞു? ഉള്ളിലെ പേടിയെ തീർത്തും അവഗണിച്ചു കൊണ്ടാണ് സീതയുടെ ചോദ്യം. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? കണ്ണൻ തിരിച്ചു ചോദിച്ചു. എൻ്റെ മനസ്സിലൊരു ഉത്തരമുണ്ട്. പക്ഷേ ഹരി കണ്ണേട്ടനോട് നേരിട്ട് പറഞ്ഞത് പറയാതെ ഞാനത് പറയില്ല. നിശ്ചയദാർഢ്യം നിറഞ്ഞ അവളുടെ വാക്കുകൾ. ഒരു വേള അവനിൽ മിന്നിമാഞ്ഞ ചിരിയെ ഒതുക്കാൻ കണ്ണൻ പാടുപെട്ടു. സീതയത് കണ്ടതുമില്ല. നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊന്നുമല്ല സീതാലക്ഷ്മി നിന്റെ ഹരി. നിരാശയിൽ പറയുന്നവനെ സീത ചുഴിഞ്ഞു നോക്കി. കണ്ണേട്ടൻ എന്താണ് എന്നോട് പറഞ്ഞതിൽ കൂടുതൽ ഹരിയെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാവുന്ന ഹരിക്ക് രണ്ടു മുഖമില്ല. മനസ്സിലൊന്നും നാവിലൊന്നും പ്രകടിപ്പിച്ച് മനുഷ്യനെ വട്ടാക്കാനും അറിയില്ല. സീത കടുപ്പത്തിൽ പറഞ്ഞത് കേട്ടിട്ട് കണ്ണൻ അവളെ സൂക്ഷിച്ചു നോക്കി. ഹരിക്ക് പറ്റിയ കൂട്ടുകാരി തന്നെ. അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ മനോഹരമായ ചിരിയിലേക്ക് സീത തുറച്ചു നോക്കി. കണ്ണൻ കാലുകൾ പടവിലേക്ക് മടക്കി വെച്ച് അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. ഹരി എന്ന സുഹൃത്തിനെ നീ ഒരിക്കലും വിട്ടുകളയരുത് ലച്ചു. അവനെപ്പോലെ ഇത്രയും സിമ്പിളായിട്ട് സ്നേഹിക്കാൻ കഴിയുന്ന വളരെ കുറച്ച് പേരെ ഈ ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ. സീതയുടെ കൈ എടുത്ത് നെഞ്ചിൽ ചേർത്ത് വെച്ച് കണ്ണനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു. കൂട്ടുകാരിയെ എനിക്ക് തന്നേക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ പാതി വഴിയിൽ നീ അവളെ ഉപേക്ഷിച്ചു പോവില്ലെന്ന് അത്രത്തോളം ഉറപ്പുണ്ടെങ്കിൽ അവൾക്കൊരു നല്ല ജീവിതം കിട്ടുന്നതിൽ എനിക്കത്ര സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഹരിയുടെ സൗഹൃദമാവാൻ കഴിഞ്ഞതാണോ സീതാലക്ഷ്മി നിന്റെ സൗഭാഗ്യം? കണ്ണൻ പറഞ്ഞതത്രയും നേരെ ഇറങ്ങിയത് ഹൃദയത്തിലേക്കായിരുന്നു. സീതയ്ക്ക് വീർപ്പുമുട്ടും പോലെ തോന്നി. കണ്ണൻ്റെ കണ്ണുകൾ അവളുടെ ഭാവങ്ങളെ ഒപ്പിയെടുക്കുകയാണ്. നേർത്തൊരു ചിരിയോടെ സീത അവനെ നോക്കി. ഇതല്ലാത്തൊരുത്തരം ഹരിക്കുണ്ടാവില്ലെന്ന് നീ കരുതിയിരുന്നോ ലച്ചു? സീത ഇല്ലെന്ന് തലയാട്ടി. കണ്ണൻ ചിരിയോടെ അവളുടെ കവളിൽ തട്ടി. ഞാൻ അർജുൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ വാക്കുകൾക്കിടയിൽ നിന്നും ശ്രീനിലയത്തിലെ കിരൺ വർമ്മ സീതാലക്ഷ്മിയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം കൊണ്ട് അവനെന്നെ തളർത്തി കളഞ്ഞു. കണ്ണൻ പറഞ്ഞത് കേട്ടപ്പോൾ സീതയൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. നിരഞ്ജന പറഞ്ഞത് മുഴുവനും ഹരിയോട് പറഞ്ഞു. സീതയുടെ ശബ്ദം നിർത്തു. ഏറെക്കുറെയെല്ലാം ഹരിക്കറിയാം. നിന്നോട് മുന്നേ അവനൊന്നും പറഞ്ഞില്ലെന്ന് മാത്രം. അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഹരി നമ്മളെക്കാൾ മുന്നേ ശ്രമിച്ചു തുടങ്ങി എന്നാണ് എനിക്ക് മനസ്സിലായത്. കണ്ണൻ സീതയെ നോക്കി. ഹരിയുടെ പ്ലാൻ മുഴുവനും കണ്ണൻ സീതയെ പറഞ്ഞു കേൾപ്പിച്ചു. കടുത്ത മുഖത്തോടെ കുനിഞ്ഞിരിക്കുന്നവളെ അവൻ വേദനയോടെ നോക്കി. നീ ഇങ്ങനെ ടെൻഷനാകാൻ മാത്രം ഒന്നുമില്ലെൻ്റെ ലച്ചു. ഹരിയുടെ ഫ്രണ്ട് അൽത്താഫ് അർജുൻ്റെ കോളേജിൽ മാഷാണ്. നാളെ തന്നെ ഞാനും ഹരിയും അയാളെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. വൈകുന്ന ഓരോ നിമിഷവും തിരിച്ചുകൊണ്ട് വരാനും പ്രയാസമാകും. സീതയെ തന്നിലേക്ക് വലിച്ചു നീക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. വന്നപ്പോൾ ഞാൻ അല്പം ബിൽഡപ്പ് ഇട്ടിരുന്നത് കണ്ടിട്ട് നീ പേടിച്ചൊലച്ചു? കണ്ണൻ കുസൃതിയോടെ അവളോട് ചോദിച്ചു. അതിനെക്കുറിച്ച് സീത തൽക്കാലം മറന്നുപോയതായിരുന്നു. വീണ്ടും അവൻ്റെ ആ ചോദ്യം അവളുടെ ചുണ്ടുകൾ കൂർത്തു. അതെന്തിനായിരുന്നു ഇത്രയും ബിൽഡപ്പ്?
അവൾ കണ്ണുരുട്ടി. ഒരു രസം. അവൻ കണ്ണിറുക്കി. സീത അവനെ നോക്കി പല്ല് കടിച്ചു. കണ്ണനൊന്ന് ഇളിച്ചു കാണിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ അത് ഏറ്റില്ല. നിനക്ക് അവനെയും അവന് നിന്നെയും ഒടുക്കത്തെ വിശ്വാസമല്ലേ? കണ്ണൻ ചിരിയോടെ അവളുടെ കയ്യിൽ തലോടി. സീത ഒന്നും പറയാതെ അവനെ നോക്കി. എന്തേ? അവളുടെ നോട്ടം കണ്ടിട്ട് കണ്ണൻ ചോദിച്ചു. ഹരി എന്ന സുഹൃത്തിനെ മാത്രമല്ല, കിരൺ വർമ്മ എന്ന ഈ കള്ള ഡോക്ടറെയും എനിക്ക് വിശ്വാസമാണ്. സീതയുടെ കയ്യിൽ കണ്ണൻ്റെ കൈ മുറുകി. പരസ്പരം ഒന്നും മിണ്ടാതെ അവരാ കുളത്തിലെ ആഴപ്പരപ്പിലേക്ക് മിഴികളെ മേയാൻ വിട്ടിരുന്നു. സത്യത്തിൽ സീതാലക്ഷ്മി എങ്ങനെ ഇത്രയും ട്രാജഡിയായൊരു സ്റ്റോറിയായിപ്പോയി? തികച്ചും ഫോർമലായൊരു അന്വേഷണം. അവനെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് സീതയ്ക്ക് മനസ്സിലായി. അവളെ നീ അവളിൽ നിന്ന് തന്നെ അറിയണം. അവളേക്കാൾ അതെത്ര പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ മറ്റാർക്കും കഴിയില്ല. ഹരിയുടെ വാക്കുകളായിരുന്നു കണ്ണൻ്റെ മനസ്സിൽ മുഴുവനും. കണ്ണേട്ടന് അതറിയണോ? അവനെ നോക്കാതെയാണ് സീത ചോദിച്ചത്. സീതാലക്ഷ്മിയെ മുഴുവനുമായി അറിയാൻ എനിക്ക് ആയുസ് മുഴുവനും മതിയാവില്ലെന്നറിയാം. പക്ഷേ കുറച്ചെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ട്. കണ്ണൻ്റെ സ്വരം അവളെ നിർത്തു. നോവുന്ന കഥയാണ്. കണ്ണേട്ടനോട് പറയണം എന്ന് എനിക്കും ഉണ്ടായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും പിന്നെയും വേണമെന്ന് തോന്നിയാൽ മാത്രം സീതാലക്ഷ്മിയെ ചേർത്ത് വെച്ചാൽ മതിയല്ലോ. വരണ്ടൊരു ചിരിയുണ്ട് അവളിൽ. നിനക്ക് വേദനിക്കുമെങ്കിൽ? കണ്ണൻ വീണ്ടും അവളുടെ തോളിൽ കൈയിട്ട് പിടിച്ചു. വേദന? അവളൊരു ദീർഘനിശ്വാസത്തോടെ അവനെ തലചിരിച്ചു നോക്കി. വേദനയൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു മരവിപ്പ് മാത്രമാണ് കണ്ണേട്ട. അവളുടെ സ്വരം പതിഞ്ഞു. അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്ക് കേട്ടുറങ്ങിയ കുട്ടിയായി മാറി അവൾ പലപ്പോഴും അവന് മുന്നിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ സ്വന്തം അമ്മ തങ്ങളെയും അച്ഛനെയും ഉപേക്ഷിച്ച് മുരുകൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മുതൽ തോന്നിയ അരക്ഷിതാവസ്ഥയിൽ പലപ്പോഴും അവൾ വിറങ്ങിലിച്ച് നിന്നു. കുടിച്ചു കൂത്താടി വന്നിരുന്ന അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും മോഷ്ടിച്ചു കിട്ടിയ കാശുമായി കടയിലേക്ക് ഓടിയിരുന്ന കുഞ്ഞു സീതയിൽ ആളിക്കത്തിയ വിശപ്പിനെ കണ്ട് കണ്ണൻ ആ നിമിഷവും യാതൊരു തെറ്റും ചെയ്യാഞ്ഞിട്ടും നാട്ടുകാർക്കും കുടുംബങ്ങൾക്കുമിടയിൽ ഓളിച്ചുരുങ്ങി നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയിൽ അവനും വേദനിച്ചു. ഒടുവിൽ എല്ലാത്തിനും മുകളിൽ പൊരുതി നിൽക്കാനുള്ളൊരു മനസ്സോടെ സീതാലക്ഷ്മിയുടെ ഉള്ളുറപ്പിനെ അവൻ തൊട്ടറിഞ്ഞു. ദൈവത്തിൻ്റെ തീരാത്ത ക്രൂരത പോലെ നിത്യരോഗിയായി മാറിയ അച്ഛനെക്കുറിച്ച് അവൾ പുച്ഛത്തോടെയാണ് ഓർമ്മപ്പെടുത്തിയത്. ചിരിയോടെയുള്ള സീതാലക്ഷ്മിയെ ആ വാക്കുകൾക്കിടയിൽ തിരിഞ്ഞു നോക്കിയ കണ്ണൻ തീർത്തും പരാജയത്തോടെ തിരിച്ചിറങ്ങി. എന്തു തോന്നുന്നു? നേർത്തൊരു മുഖത്തോടെ സീത അവനെ തലചെരിച്ചു നോക്കി. കണ്ണനൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു. വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴും വൈകിട്ടില്ല. ശ്രീനിലയത്തിലെ മിടുക്കൻ ഡോക്ടർക്ക് ഇപ്പോഴും മറന്നു കളയാൻ പാകത്തിലുള്ള സ്നേഹമുള്ളൂ. അത്രയും ഞാൻ തന്നിട്ടുള്ളൂ. യാതൊരു പരാതിയുമില്ലാതെ ഞാൻ ഇറങ്ങിപ്പോകും, ഉറപ്പോടെ സീത പറഞ്ഞു. ദേഷ്യമോ പകയോ ഒന്നും തന്നെ തോന്നില്ല. ഈ തന്ന സ്നേഹം മാത്രം മതിയാകും എനിക്കിനി ജീവിക്കാൻ. അഴിക്കാൻ ശ്രമിക്കുന്തോറും കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു കുരുക്കാണ് ഞാൻ. അത്രയേ ഉള്ളൂ ഞാൻ ഇറങ്ങിപ്പോയാലും നിനക്ക് വേദന തോന്നില്ലേ? ഇനിയും ഒന്നും കേൾക്കാൻ വയ്യുന്നതുപോലെ കണ്ണൻ അവളെ വലിച്ച് നെഞ്ചിൽ ചേർന്ന് പിടിച്ചു. പറഞ്ഞു താളിച്ചു. ഇനി എന്നിൽ നിന്നും അകന്നു പോകാൻ നിനക്ക് കഴിയോ? വീണ്ടും കണ്ണൻ്റെ സ്വരം. സീത അവനെ ഇറുക്കി പിടിച്ചു. എനിക്കിപ്പോഴാ ഈ സ്ട്രോങ് സീതാലക്ഷ്മിയെ കൂടുതൽ ഇഷ്ടമായത്. കണ്ണൻ അവളുടെ കവളിൽ കൈ ചേർത്ത് വെച്ചു. കണ്ണൻ്റെ കൈകളുടെ മുറുക്കം കൂടുന്നതും കണ്ണിലേക്കൊരു പുതിയ ഭാവം ഇരച്ചെത്തുന്നതും സീത വെപ്രാളത്തോടെ അറിഞ്ഞു. എൻ്റെയാണ്, എൻ്റെ മാത്രമാണ്. അവൻ്റെ ഹസ്കി വോയിസ് സീതയുടെ ഉള്ളിലൂടെ ഒരു തരിപ്പ് പാഞ്ഞു കയറി. കണ്ണേട്ടാ. അവൻ്റെ കണ്ണുകൾ തൻ്റെ ചുണ്ടിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞതും സീത ദുർബലമായൊന്ന് കുതറി. പക്ഷേ അവൻ കൂടുതൽ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. സീതയുടെ പിടിച്ചിൽ അവൻ ഏറ്റെടുത്തു. അംഗീകരിക്കാനും പ്രതിരോധിക്കാനും കഴിയാത്ത വിധം സീത അവൻ്റെ കണ്ണുകളിൽ കുരുങ്ങിപ്പോയിരുന്നു. ഒടുവിൽ ഒരു ശലഭം പറന്നിറങ്ങുന്ന അത്രയും മൃദുവായി കണ്ണൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നവളുടെ ചുണ്ടുകളിൽ പതിഞ്ഞ നിമിഷം സീതയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. കൈകൾ അവനിൽ കൂടുതൽ മുറുകി. അവളെ വേദനിപ്പിക്കില്ലെന്ന വാശിയുള്ളതുപോലെ അവൻ അങ്ങേയറ്റം ആസ്വദിച്ചുകൊണ്ട് ആ ചുംബനം തുടരുമ്പോൾ സീതയ്ക്ക് ശ്വാസം മുട്ടി തുടങ്ങി. എന്നിട്ടും വിട്ടുകളയാതെ അവൻ അവളെ കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിച്ചു. അവകാശം സ്ഥാപിക്കുകയല്ല, അവളിലെ ആത്മാവിനാഴങ്ങളിലേക്ക് അവൻ്റെ പ്രണയത്തെ ചേർത്ത് വയ്ക്കുകയാണ്. ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ടാണ് സീത അവനെ തള്ളി മാറ്റിയത്. ചെമ്പരത്തിപ്പൂവ് പോലെ കൺമുന്നിൽ ചുവന്നു നിൽക്കുന്ന അവളെ കണ്ണൻ പ്രണയത്തോടെ നോക്കി. പക്ഷേ
അവനെ നോക്കാൻ കഴിയാതെ സീത കിതപ്പോടെ തിരിഞ്ഞു നിന്നിരുന്നു. ദേഷ്യമുണ്ടായിട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത്? കണ്ണൻ അവളെ വീണ്ടും പുണർന്നുകൊണ്ട് ചോദിച്ചു. തോളിലമർന്ന അവൻ്റെ താടിരോമങ്ങൾ അവളെ ഇക്കിളിയാക്കി. സീത കഴുത്ത് വെട്ടിച്ചുകൊണ്ട് അവനെ നോക്കി. പറ, ഞാൻ തെറ്റ് ചെയ്തോ നിന്നോട്? കിതപ്പടങ്ങാതെ അവൻ്റെ ചോദ്യം. സീത ഇല്ലെന്ന് തലയാട്ടി. ആ ചുംബനത്തിൽ നിറഞ്ഞു നിന്നതത്രയും അവൻ്റെ ഉള്ളിലെ പ്രണയമായിരുന്നു എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഹരിയോട് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മരണം കൊണ്ടല്ലാതെ നിന്നെ എനിക്ക് ഉപേക്ഷിച്ച് കളയാനാവില്ല ലച്ചു. കാതിൽ വീണ്ടും അവൻ്റെ പ്രണയമന്ത്രം. സീതയുടെ കൈകൾ ചുരിദാറിൻ്റെ ഷോളിൽ മുറുകി. മുത്തശ്ശി എഴുന്നേൽക്കും. ഏറെ നേരത്തെ മൗനത്തിനു ശേഷം സീത കണ്ണനെ നോക്കി. അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ പതിയെ അയഞ്ഞു. ഇന്ന് മിത്തു പോകുവാണ്. വൈകുന്നേരം ഞാനാണ് എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത്. അവൾക്കൊപ്പം എഴുന്നേറ്റുകൊണ്ട് കണ്ണൻ പറഞ്ഞു. സീത വെറുതെ മൂളി. കണ്ണൻ അവളുടെ കൈവിരലിൽ കോർത്തു പിടിച്ചു. വിട്ടുപോകാൻ തോന്നുന്നില്ല. അവളുടെ നോട്ടം കണ്ടിട്ട് കണ്ണൻ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും സീത ഒന്നും മിണ്ടാതെ ചിരിച്ചു. എന്താണ് ഒരു മൗനം? വീണ്ടും കണ്ണൻ അവളെ അവനിലേക്ക് വലിച്ചു ചേർത്തു. സീത തല കുനിച്ചു. എൻ്റെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് ആസ്വദിച്ചു കൊണ്ടാണ് ചെയ്തതും. സീത ചിരിയോടെ അവനെ നോക്കി. എനിക്കും. അത് പറയുമ്പോൾ അവളുടെ മുഖം വീണ്ടും ചുവന്നു പോയി. കണ്ണൻ ചിരിയോടെ അവളുടെ മൂക്കിൽ പിടിച്ചുലച്ചു. പോവാം. എപ്പോഴത്തെയും പോലെ അവൾക്ക് മുന്നിലെ തടസ്സങ്ങളെ മാടിയൊതുക്കി കണ്ണനാണ് മുന്നിൽ നടന്നത്. അവൻ്റെ നിഴൽ പറ്റി അവളും. പോയിട്ട് ഇനി എപ്പോഴാ മോൻ വരുന്നത്? മുത്തശ്ശി വാത്സല്യത്തോടെ മിത്തുവിൻ്റെ കവിളിൽ തലോടി. ഉടനെ വരേണ്ടി വരും മുത്തശ്ശി. അത് പറഞ്ഞിട്ട് അവൻ കണ്ണനെയാണ് നോക്കിയത്. അവനാവട്ടെ അതൊന്നും തന്നെ അറിയാതെ സീതയുടെ നേരെ നോക്കിയിട്ട് ഒരു കള്ളച്ചിരിയോടെ നിൽപ്പുണ്ട്. സീത അവൻ്റെ നോട്ടം നേരിടാൻ വയ്യുന്നതുപോലെ തിരിഞ്ഞു നിന്നു. മിത്തു യാത്ര പറയാൻ വന്നതാണ് മുത്തശ്ശിയുടെ മുറിയിൽ. പോയിട്ട് വരാട്ടോ. മിത്തു ചിരിയോടെ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. അവരും അവൻ്റെ മുഖം പിടിച്ചു താഴ്ത്തി നെറ്റിയിൽ ചുണ്ട് ചേർത്തു. നന്നായി വരും. തലയിൽ കൈ ചേർത്ത് വെച്ചിട്ട് ഒരു അനുഗ്രഹം കൂടി കൊടുത്തിട്ടാണ് മുത്തശ്ശി അവനെ യാത്രയാക്കിയത്. പോട്ടെ സ്ട്രോങ് സീതാലക്ഷ്മി. ചിരിയോടെ അവൻ യാത്ര ചോദിക്കുമ്പോൾ സീത ചിരിച്ചുകൊണ്ട് തന്നെ തലയാട്ടി കാണിച്ചു. ഇറങ്ങിപ്പോവും മുന്നേ വീണ്ടും കണ്ണൻ്റെ കണ്ണുകൾ അവളെ തേടിയെത്തി. സീത കണ്ണുരുട്ടിക്കൊണ്ട് വേഗം തിരിഞ്ഞു നിന്നിരുന്നു. വൈകുന്നേരം വീട്ടിലേക്കുള്ള യാത്രയിൽ സീത വീണ്ടും ആ നിർവൃതിയുടെ ലഹരിയിലായിരുന്നു. അവൻ്റെ ഓർമ്മയിൽ പോലും ഹൃദയം തുള്ളി വിറയ്ക്കുന്നു. അനാവശ്യമായൊരു വാക്ക് പറഞ്ഞാൽ കൂടി ഉടവാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്ന സീതാലക്ഷ്മിയാണോ ഇവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നിട്ട് ചുംബനം അത്രയും ആഴത്തിൽ സ്വീകരിച്ചത് എന്ന ഓർമ്മ പോലും അവൾക്ക് അതിശയമായിരുന്നു. സ്നേഹം കൊണ്ടാണ് കീഴടക്കിയത്. അതുകൊണ്ട് തന്നെയാണ് സീത തോറ്റുകൊടുത്തതും. എൻ്റെയാണെന്നൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. വീണ്ടും വീണ്ടും സീതാലക്ഷ്മി ചുവന്നു തൊടുത്തുകൊണ്ടേയിരുന്നു. കൺമുന്നിൽ വിഴുങ്ങാൻ നിൽക്കുന്ന പ്രശ്നങ്ങളെ അവൾ മറന്നു. ജീവിതത്തിലെ ദുരന്തങ്ങളെ അവൾ മറന്നു. ഓർമ്മകളെല്ലാം അവനിൽ നിക്ഷിപ്തമാണ്. നേരിടാൻ കാത്തിരിക്കുന്ന അഗ്നിപരീക്ഷകളെക്കുറിച്ച് ഒന്നും അറിയാതെ സീതാലക്ഷ്മി പ്രണയത്തിലാണ്. ജീവിതത്തിൽ വീണ്ടും സ്വപ്നം കാണാൻ ഒരുങ്ങുകയാണ്.